പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ആളുകൾ നമ്മെ പറഞ്ഞു പേടിപ്പിച്ച ഒരു സ്കെയർ ഉണ്ടായിരുന്നു. കൊക്കോകോളയിൽ പോളോ മിന്റ് മിഠായിട്ട് കഴിച്ചാൽ അത് സയനൈഡായി മാറി നാം മരിക്കുമെന്ന്. അത് കേട്ടപ്പോൾ പല പ്രാവശ്യം അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇന്നത്തെ നമ്മുടെ മലയാളികളുടെ ഭക്ഷണശീലങ്ങൾ കാണുമ്പോൾ അതിനേക്കാൾ എത്ര വലിയ ഡേഞ്ചറിലേക്കാണ് നാം പോകുന്നത്. ഇന്നത്തെ ഭക്ഷണശീലങ്ങൾ കാണുമ്പോൾ പേടി തോന്നും. ഒപ്പം കാട്ടിക്കൂട്ടായങ്ങളോട് വെറുപ്പും. ഐസ്ക്രീം പൊരിച്ചു കഴിക്കുന്നു ചിലർ, മന്തി എല്ലാ ദിവസവും കഴിക്കുന്നു കുട്ടികളടക്കം, കൂടെ കോള. ജ്യൂസിലാണെങ്കിൽ എന്തൊക്കെയോ കളർ കൂട്ടി, ചോക്കോ ചിപ്സ് അടിച്ചു കയറ്റി, അവിലും മലരും പൂജിച്ചു കയറ്റി, കട്ടപ്പാല് മുകളിൽ ഒഴിച്ച് ഒരു രൂപം. വല്ലപ്പോഴും ഒരു കൗതുകത്തിന് ഇതെല്ലാം ട്രൈ ചെയ്യുന്നത് ഓക്കെ, പക്ഷേ പലർക്കും ഇത് ദിവസേനയുള്ള ഭക്ഷണശീലമാണ്. സോ എവിടേക്കായിരിക്കും നമ്മുടെ ആരോഗ്യം പോകുക? ഭക്ഷണത്തോടുള്ള മര്യാദകൾ എവിടെ പോയി? കോണ്ടന്റ്സ് ഇല്ലാതാകുന്ന വ്ലോഗർമാർ പൈനാപ്പിളിൽ മുളക് ചേർത്ത് പൊരിക്കുന്നു, വെള്ളപ്പം കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം തണുപ്പോടെ തന്നെ പുറത്തെടുത്ത് പൊരിച്ച് ചിപ്സ് ആക്കുന്നു, ചിക്കൻ തല്ലിച്ചതച്ച് പൊരിക്കുന്നു, ന്യൂഡിൽസും മുട്ടയും പഞ്ചസാര ചേർത്ത് വേവിക്കുന്നു, തണ്ണിമത്തൻ കഷ്ണങ്ങളാക്കി തിളച്ച എണ്ണയിൽ പൊരിക്കുന്നു. അങ്ങനെ ധാരാളം വായിൽ തോന്നിയ കസർത്തുകൾ. എന്നിട്ട് പറയും, ഗായ്സ് ഇത് ട്രൈ ചെയ്യൂ, ഞാൻ പരിചയപ്പെടുത്തുന്ന പുതിയ സൂപ്പർ ഡൂപ്പർ റെസിപ്പി. കാണുമ്പോൾ വല്ലാതെ തോന്നും. പണ്ട് ആളുകൾ മറ്റുള്ളവരെ കൊച്ചാക്കാനുണ്ടാക്കിയ ഒരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരിക. അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കുട പിടിക്കുമെന്നത്. ഇവിടെ പകരം കിട്ടിയത് ആഹാരമാണെന്ന് മാത്രം. വളരെ സീരിയസ് ആയാണ് ഇവർ ഇത്തരം റെസിപ്പികൾ മനുഷ്യർക്ക് അവതരിപ്പിക്കുക, പാചകത്തിലെ ഉസ്താദുമാരെ പോലെ. പല ഭക്ഷണങ്ങളും പരസ്പരം കൂടെ ചേരാൻ പാടില്ലാത്തവയാണെന്ന ഒരു വിശ്വാസമുണ്ട് നമുക്ക്. അവയ്ക്ക് ശാസ്ത്രീയ വശങ്ങളുണ്ടെന്നും പറയപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, പാലും പഴങ്ങളും ഒരുമിച്ച് കഴിക്കുന്നത് ഗട്ട് ഹെൽത്തിനെ ബാധിക്കുമെന്ന് പറയപ്പെടുന്നു. ചായയിൽ പാൽ ചേർക്കുന്നതും നല്ലതല്ലത്രേ. മുട്ടയും പഴങ്ങളും ഒരുമിച്ച് കഴിക്കരുത്. ധാന്യങ്ങളുടെ കൂടെ ഫ്രൂട്ട്സ് പാടില്ല. തേൻ ചേർക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ ബോയിൽ ചെയ്യുകയോ കുക്ക് ചെയ്യുകയോ പാടില്ല. രാത്രി ഇന്നും തൈര് കഴിക്കാൻ സമ്മതിക്കില്ല വീട്ടിൽ. ഇത്തരം വിശ്വാസങ്ങളിൽ പലതും സത്യമാണ് താനും. പഞ്ചസാര, പ്രോസസ്ഡ് ഫുഡ്സ്, പലവിധ ഭക്ഷ്യ എണ്ണകൾ ഇവയൊന്നും ഭക്ഷിക്കാനേ പാടില്ലാത്തവയാണ്. എങ്കിലും അറിഞ്ഞുകൊണ്ട് തന്നെ പല ശീലങ്ങളും നാം കാലങ്ങളായി പിന്തുടരുന്നു. അതെല്ലാം പോട്ടെ എന്ന് വെച്ചാൽ ദാ വരുന്നു പുതിയ വിപ്ലവക്കൂട്ടുകൾ. ഒരിക്കലും ചേരാൻ പാടില്ലാത്തവയെ ചേർത്ത് കൊണ്ടുണ്ടാക്കുന്ന പുതിയ റെസിപ്പികൾ. പഴംപൊരിയും ഇറച്ചിക്കറിയും എന്നതിൽ തുടങ്ങി അലുവയും മത്തിയും, ഐസ്ക്രീമിൽ എന്തെല്ലാമോ ചേർത്ത് വറുത്തത്, ഇറച്ചിയിൽ സോസും എണ്ണയും തുടങ്ങി കയ്യിൽ കിട്ടുന്നതെല്ലാം കുത്തി നിറച്ച് പുതിയ ഭ്രാന്തൻ റെസിപ്പികൾ. ഈ റെസിപ്പികൾ വിൽക്കുന്ന വഴിയോര കടകളിൽ കാണാം നീണ്ട ക്യൂ. വലിയ കുഴപ്പമില്ലാത്ത നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇവിടെ കിട്ടുക എല്ലാ രാജ്യങ്ങളുടെയും സ്ട്രീറ്റ് ഫുഡ് കൂട്ടിച്ചേർത്തുള്ള ഒരു സങ്കര മലയാളി സ്ട്രീറ്റ് ഫുഡ് രൂപമാണ്. താരതമ്യേന ഹെൽത്തിയായ ചായ്, വിയറ്റ്നമീസ് സ്ട്രീറ്റ് ഫുഡ് വരെ നമ്മുടെ നാട്ടിലെത്തിയാൽ കൂടെ കുറെ നിർഗുണ സാധനങ്ങളും കൂടി ചേർന്ന് വികലമാകും. ചേർക്കാൻ പാടില്ലാത്തവയെ ഒരുമിച്ച് ചേർത്ത പുതിയ റെസിപ്പികൾ. കുലുക്കി